ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ മുറ്റത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ജലദോഷപ്പനിയോ ഇങ്ങനെ വയറുവേദന അങ്ങനെയൊക്കെ വരുന്നതിന് ആവശ്യമായ ചെറിയ ഇങ്ങനെ പച്ചമരുന്നുകളില്ല, അത് നമ്മുടെ മുറ്റത്ത് തന്നെ കുറച്ച് നമ്മുടെ വീട്ടിലുണ്ട്. അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അതിന് മുന്നേ നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാം. എൻ്റെ മോൻ ഇങ്ങനെ ഇന്നലെ ഒന്ന് ഓടിക്കളിച്ചതാണ് ഗേസ്. അവൻ്റെ കാല് ചെറുതായിട്ടൊന്ന് മടുത്ത് അങ്ങനെ പുള്ളി ബെഡ് റെസ്റ്റിലാണ്. പാവേ ഇങ്ങോട്ട് നോക്കി, എന്താ പറ്റിയതാണ് എൻ്റെ കാലിന്? പറയേ, എല്ലാവരോടും പറ എന്താ പറ്റിയതെന്ന്. കല്ല് തട്ടി എങ്ങനെ വീണു മോന്? ഓടല്ലെന്ന് പറഞ്ഞായിരുന്നു അമ്മ. നമ്മളെപ്പോഴും ആശുപത്രി പോകുന്നത്. അങ്ങനെ ഇനി വൈകിട്ട് ഇവനെ കൊണ്ട് ആശുപത്രി പോകണം. ചെറുതായിട്ട് കാലൊന്നും മടങ്ങിയതേ ഉള്ളൂ. പുള്ളിക്ക് നടക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്. ഇനി അതുകൊണ്ട് വൈകിട്ട് ആശുപത്രി പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞാറ്റുണ്ട്. കുഞ്ഞാറ്റത് ഇവിടെ എല്ലാം തൂത്തുവാരി കുഴഞ്ഞ് കിടപ്പുണ്ട്. അവളെ കാണിച്ചു. കുഞ്ഞാറ്റ് കിടന്നുകൊണ്ട് നമ്മളുടെ ആളൊക്കെ തൂത്തുവാരി ഇരുന്നും നടന്നും ഒക്കെ തൂത്തുവാരി അവള് കുഴഞ്ഞു. ഇതാണ് ഫ്രണ്ട്സ് കച്ചോല. നമ്മൾ അത്യാവശ്യം വയറുവേദനയും വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ ഇതിലൊരു ഇലയെടുത്ത് ചവച്ച് നമുക്ക് മാറും. ഞാനിത് ആർക്കും സജസ്റ്റ് ചെയ്യുമല്ല, ജസ്റ്റ് ഒന്നും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മളുടെ വീട്ടിലുള്ളതാണ്. ഇനി ഇതിനെന്തെങ്കിലും ദൂഷ്യഫലങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് ഫ്രണ്ട്സ് നമ്മളുടെ കരിനെച്ചി കാണാമോ? ഇതൊരു മരം പോലെ. ഇതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ കാണിക്കാം. ഇത് മറ്റേ നടുവേദനയ്ക്കൊക്കെ ഇത് അരച്ച് അരിപ്പൊടിയുടെ കൂടെ കുറുക്ക് പോലൊക്കെ ഉണ്ടാക്കിയോ അപ്പം പോലൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. കൂടാതെ തന്നെ നമുക്ക് പനിക്കൊക്കെ ആവി പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് ആവി പിടിക്കുകയാണെങ്കിൽ ജലദോഷമൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ ഇത് ഇപ്പോൾ ആവി പിടിക്കരുതെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താന്ന്. പിന്നെ ഇത് മഞ്ഞൾ. ഇതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. ഇത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഈ ചെടിയുടെ പേരാ മുറിവ് കൂട്ടി. ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം മീൻ വെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ബ്ലേഡ് വെച്ചോ ഒക്കെ കൈ മുറിയുകയാണെങ്കിൽ ഇതിലൊരു ഇല എടുത്ത് നന്നായിട്ട് നമ്മൾ കഴുകിയിട്ട് ഇതിൻ്റെ നീരിങ്ങനെ നല്ല ഒരു ഈ പുറം കളറിൽ വരും നീര്. ആ നീരെടുത്ത് ആ മുറിവുള്ള ഭാഗത്തോട്ട് ചെറിയ മുറിവിനൊക്കെ വെട്ടിയാൽ പെട്ടെന്ന് തന്നെ ചോര നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ മുറിവ് കൂടുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും ഇതിന് മുറിവ് കൂട്ടി എന്ന് പേര് വന്നത്. അതാണ് ഫ്രണ്ട്സ് ഇത്. പിന്നെ ഇതാണ് ആര്യവേപ്പ്. ദേഹത്ത് എന്തെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ ഇതിന് എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്, അതൊക്കെ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നമുക്കിവിടെ കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെ എല്ലാ വീടിനും ഒരു തൈ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. എന്തുവാ വാവേ ഉടുപ്പിൻ്റെ ബട്ടൺസ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? വാവേ എന്തിനാ ബട്ടൺസ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഇത് കണ്ടോ ഗേസ്, ഇതാണ് ആടലോടകം. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടിനൊക്കെ ഇങ്ങനെ വാട്ടിയിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് കൊടുക്കാമെങ്കിൽ കഫമൊക്കെ പെട്ടെന്ന് പോകും. ചെറിയ പനിക്കൊക്കെ ഇവിടെ ഞാൻ കുഞ്ഞാറ്റയ്ക്ക് ഇതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കപ്പയുടെ ഇത് നിൽപ്പുണ്ട്, അത് കാരണം ഇത് കറക്റ്റായിട്ട് കാണുന്നില്ല. ഇതാണത്. ഇത് കണ്ടതില്ല, നിങ്ങൾക്ക് കാണാമോ? കുഞ്ഞാറ്റയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾക്കന്നേരം ചെറിയ പനിയൊക്കെ ആണെങ്കിൽ ചുമയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറും. നമ്മളുടെ പനിക്കൂർക്കയാണിത്. ഇതേറെ ഉണ്ടായിരുന്നു ഇവിടെ. വെള്ളം തിളപ്പിക്കാൻ പിച്ചി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ തിളച്ച് കഴിയുമ്പോൾ ഇതിട്ടാണ് കുടിക്കുന്നത്. അപ്പം അതങ്ങനെ പിച്ചി ഇതിപ്പോൾ തീരാറായി. ഇനി ഇത് പൊട്ടിക്കിളിച്ചൊക്കെ വരണം. ഇതാണ് ഫ്രണ്ട്സ് കാട്ടുകർത്താവ്. ഇതും പനിക്കൊക്കെ നല്ലതാണ്. പിന്നെ കുടിവെള്ളം തിളപ്പിക്കാനായിട്ട് ഇടാനും നല്ലതാണ്. ഇതിന് നല്ല പ്രത്യേക ഒരു മണവും കാര്യമൊക്കെയാണ്. പനിയൊക്കെ മാറാനും ആവി പിടിക്കുമ്പോൾ ആവിയുടെ കൂടെ കുറേ ഇലകളൊക്കെ ഇടത്തില്ലേ, നമ്മളിവിടെ ആവി പിടിക്കുമ്പോഴത്തേക്കും
കാട്ടുകർത്താവും എന്നാ കാട്ടുകർത്താവും കരിനച്ചി കുരുമുളകിൻ്റെ ഇല എന്തോ ഇതിൻ്റെ പേരെന്തുവായിരുന്നു ആടലോടകം ഇതെല്ലാം കൂടെ കുറ്റിക്കകത്ത് ഇട്ടിട്ട് ആവി പിടിക്കും. അപ്പം അതിൻ്റെ കൂടി ഇത് ഉപയോഗിക്കും. അല്ലാതെ കുടിവെള്ളം തിളപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കും. ഫ്രണ്ട്സ്, നമ്മളുടെ നാരകം ഇതിലിതുവരെ നാരങ്ങ പിടിച്ചിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇല എടുത്ത് നമ്മൾ വെള്ളം കുടിവെള്ളത്തിനകത്ത് ഇത് നമ്മൾ ഓരോ ദിവസം ഓരോരോ ഇലയിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പിന്നെ കാട്ടുകർത്താവാണ്, ഒരു ദിവസം പനിക്കൂർക്ക, ഒരു ദിവസം നാരകത്തിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോഴും ഒരു നാരങ്ങയുടെ പുളി കിട്ടത്തില്ലെന്നേ ഉള്ളൂ. നാരങ്ങയുടെ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അന്നേരം നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളൊരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. എൻ്റെ വെളിയിലെത്തിയിട്ടുണ്ട് ഗൈസ്, തത്തി നടക്കുകയാണ്. വാവേ മോനെ അകത്ത് പോയിരുന്നു. ഇതാണ് ഫ്രണ്ട്സ് നമ്മളുടെ കുരുമുളക്. ഇനി എന്തെങ്കിലും ചെടി കാണിക്കാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.